കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ വെട്ടിക്കൊന്ന് ഭർത്താവ്. ഷിബിലയുടെ ഭർത്താവായ യാസർ മയക്കുമരുന്ന് ലഹരിയിലാണ് എന്നാണ് സൂചന. ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാൻ, മാതാവ് ഹസീന എന്നിവർക്കും വെട്ടേറ്റു. ഇംതിയാസ് കരീം വിവരങ്ങളുമായുണ്ട്. ഇംതിയാസ്, ഇത് ശരി പ്രതികരണം. അത്യാവശ്യം ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. കുറച്ച് മുമ്പേ കുട്ടി മർദ്ദനം സഹിക്കാൻ വയ്യാതെ ഉപ്പൻ്റെ അല്ലെങ്കിൽ ഉമ്മയുടെ വീട്ടിലേക്ക് വരികയും അത് പ്രകാരം കഴിഞ്ഞ 28-ാം തീയതി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ആ കുട്ടിക്കും കുട്ടിയുടെ കുഞ്ഞിനും ഉടുക്കാനുള്ള ഡ്രസ്സ് തന്നെങ്കിലും വാങ്ങിത്തരണമെന്ന് താമരശ്ശേരി സ്റ്റേഷനിൽ കൊടുത്ത പരാതിൻ്റെ അകത്തുണ്ട്. ആ പരാതിൻ്റെ മുകളിൽ പോലീസ് ഒരു ചടങ്ങ് തീർക്കാൻ അവനെ വിളിച്ചു എന്നല്ലാതെ ഇതുവരെ അതിൻ്റെ മുകളിലൊരു നടപടിയായില്ല. ഒരു അപകടം മണക്കുന്നുണ്ട്, അവൻ വെല്ലുവിളിക്കുന്നുണ്ട്, ഫോണിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ തെറി വിളിച്ച് കൊല്ലും എന്ന ഭീഷണി വരെ പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസിനെ അറിയിക്കുകയും ലഹരിയായി ഉപയോഗമുണ്ട് എന്നൊക്കെ പോലീസിനെ അറിയിച്ചിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായ പുതിയ വിഷയം ഉണ്ടായിട്ടുള്ളത്. ഇംതിയാസ് കരീമുണ്ട്. ഇംതിയാസ്, ഇപ്പോൾ ഇദ്ദേഹം ആരോപിക്കുന്ന പോലെ ഇത് പോലീസിനെ അറിയിച്ചിട്ടും വേണ്ടത്ര ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ്. നമ്മളിപ്പോൾ ചെന്താമരയുടെ കേസിലൊക്കെ കണ്ടതാണ്. ഒരു ജാഗ്രത കുറവാണ് വീണ്ടും കൊലപാതകത്തിലേക്ക് പോയത്. ഇത് എപ്പോഴാണ് ഈ കൊലപാതകം നടന്നത്? ഈ പരിക്കേറ്റവരുടെ സ്ഥിതി എന്താണ്? പോലെ തന്നെ കോഴിക്കോട് ഈങ്ങാപ്പുഴയിലാണ് ഇന്ന് വൈകിട്ടോടു കൂടി ഇങ്ങനെയൊരു കൊലപാതകം ഉണ്ടാവുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതായത് യാസിർ എന്ന ആൾ, അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ഷിബില, ഭാര്യ പിതാവായിട്ടുള്ള അബ്ദുറഹ്മാൻ, അവരുടെ ഭാര്യ മാതാവ് ഹസീന എന്നിവരെയാണ് ഈ വീട്ടിലെ കുടുംബ വഴക്കിനെ തുടർന്ന് വെട്ടി പരിക്കേൽപ്പിച്ചത്. ഉടനെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ അബ്ദുറഹ്മാനെയും ഭാര്യയായിട്ടുള്ള ഷിബിലിയെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ അല്പസമയം മുൻപ് ഷിബില മരണപ്പെട്ടു എന്ന ഒരു വിവരമാണ്, ഏറെ വേദനിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഈ അയൽവാസികളും നാട്ടുകാരും ഒക്കെ പറയുന്നത് മയക്കുമരുന്ന് ലഹരിയിലാണ് ഇദ്ദേഹം ഇവരുടെ കുടുംബാംഗങ്ങളെ, ഭാര്യ ഷിബിലയെ അടക്കമുള്ളവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഈ ഭാര്യ മാതാവ് ഹസീന ഇപ്പോൾ താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ താമരശ്ശേരിയിലെ ഇവരുടെ ഈ യാസിറിന്റെ തന്നെ അയൽവാസിയായിട്ടുള്ള ഒരാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് പേര്? എൻ്റെ പേര് ഡെന്നി വർഗീസ്. ഞാൻ പുതുപ്പാടി പഞ്ചായത്ത് മെമ്പറാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മരണപ്പെട്ട ഷിബില ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് ഭർത്താവ് ഒരു കാറിൽ വന്ന് ഇറങ്ങി ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചു. അതിനോടൊപ്പം തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന ഭാര്യയുടെ പിതാവ്, അതുപോലെ മാതാവ്, ബാപ്പയെയും ഉമ്മയെയും ആക്രമിക്കുകയും അവരും പരിക്ക് പറ്റിയപ്പോൾ മെഡിക്കൽ കോളേജിലാണുള്ളത്. ഇതാണ് നിലവിലുള്ള അവസ്ഥ. വെട്ടാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു എന്നുള്ളത്? കാരണം അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് കുടുംബ വഴക്കാണ്. ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവൻ മയക്കുമരുന്ന് മാഫിയയുടെ ഒരു പ്രധാന കണ്ണിയാണ് എന്നുള്ളതാണ് പൊതുജന സംസാരമുള്ളത്. ആ രീതിയിൽ തന്നെയാണ് സമൂഹത്തിൽ കാണുന്നതും. അതാണ് നിലവിലുള്ള അവസ്ഥ. ഇദ്ദേഹത്തെക്കുറിച്ച് പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അതിൽ നടപടിയെടുക്കാതെ പോയിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്നു. അതിനെക്കുറിച്ച് അറിയില്ല. പോലീസിൽ പരാതിപ്പെട്ടതായിട്ട് അറിയില്ല. പരാതിപ്പെട്ടിട്ടുണ്ടാവാം, എനിക്ക് ബോധ്യമില്ല. അറിയാത്ത കാര്യം പറയുന്നത് ശരി. യാസിറിനെ നേരത്തെ നിങ്ങൾക്ക് അറിയാം. എത്ര വയസ്സുള്ള ആളാണ്? ഏകദേശം ഒരു 25-26 വയസ്സുണ്ടാവും. 25 മുതൽ 26-27 ആ ഒരു റേഞ്ചിൽ വരുന്ന ആളാണ്. വിവാഹം കഴിഞ്ഞത് മുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? വിവാഹം കഴിഞ്ഞത് മുതൽ എന്ന് പറഞ്ഞാൽ ഈ വിവാഹത്തിന് ഇവൻ്റെ ഈ ഷിബിലയുടെ കുടുംബത്തിന് താല്പര്യമില്ലായിരുന്നു. ഇവർ പണ്ട് തൊട്ട അയൽവാസികളായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം താല്പര്യമില്ലാതിരുന്നിട്ടും സ്വന്തം ഇഷ്ടപ്രകാരം ഭർത്താവിൻ്റെ കൂടെ ഇറങ്ങിപ്പോയ ആളാണ്. അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടും പിന്നീട് ഈ അച്ഛനും മാതാപിതാക്കൾ ഇവരെ ചേർത്ത് നിർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് വിഷമങ്ങളുണ്ടെങ്കിലും അവർ സ്വന്തം മകളെ, കുടുംബത്തെ തന്നെ ചേർത്ത് നിർത്തുകയാണ് ഉണ്ടായത്. പിന്നീട് ഇതിനകത്ത് പല പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അറിയുന്നുണ്ട്. അതല്ലാതെ മറ്റു വിഷയങ്ങൾ അറിയില്ല. ഭാര്യ മാതാവായിട്ടുള്ള ഹസീനയുടെ നില എന്താണ് അവസ്ഥ എന്നറിയോ? ആശുപത്രിയിലുണ്ടല്ലോ അല്ലേ? ഇപ്പം ഇവിടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുണ്ട്. ഹസീനയ്ക്ക് പുറത്താണ് കുത്തേറ്റിട്ടുള്ളത്. അതേ മാരകമല്ല, നല്ല ഗുരുതരാവസ്ഥയിലല്ല. കത്തിയാണോ എന്താണ് കറക്റ്റ് അറിയില്ല. കുത്ത് കണ്ടിട്ട് കഴുത്തിനാണ്, ഷിബിലയുടെ കഴുത്തിനാണ് കുത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ആ കുത്ത് കണ്ടിട്ട് അത് കത്തി തന്നെയാണ് എന്നുള്ളതാണ്
തുളഞ്ഞു കയറിപ്പോയിട്ടുണ്ട്. ഹസീനയെ ഇപ്പം ഇങ്ങോട്ടേക്ക് മാറ്റി മെഡിക്കൽ കോളേജിലുണ്ട്. ഹസീനയും ഭർത്താവായ അബ്ദുറഹ്മാൻ, കുഞ്ഞി എന്ന് വിളിക്കുന്ന അബ്ദുറഹ്മാനും, അവർ രണ്ടുപേരും ഇപ്പോൾ മെഡിക്കൽ കോളേജിലുണ്ട്. യാസിറിനെതിരെ നേരത്തെ പോലീസിൽ പരാതി ഉണ്ടല്ലേ? അതിനെക്കുറിച്ച് അറിയില്ല, പോലീസിലുള്ള പരാതി അറിയില്ല. അതാണ്. അവരുടെ അയൽവാസിയാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് 3 വർഷം മുൻപാണ് യാസിറിൻ്റെയും ഷിബിലയുടെയും കല്യാണം കഴിയുന്നത്. ഒരുപക്ഷെ അന്ന് തൊട്ട് തന്നെ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇയാൾ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. അത് കുടുംബത്തിലുള്ളവർക്കെല്ലാം അറിയാമായിരുന്നു. പക്ഷേ ഈ മയക്കുമരുന്നിൻ്റെ ആസക്തിയിലാണ് വെട്ടിയത് എന്നൊരു സൂചനയാണ് ഇപ്പോൾ പലരും പറയുന്നത്. പക്ഷെ അതൊക്കെ സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ്. ഏതായാലും ഈ നേരത്തെ ഈ മാസം തന്നെ കഴിഞ്ഞ മാസം 28-ന് താമരശ്ശേരി പോലീസിൽ ഒരു പരാതി ഇവരുടെ കുടുംബം നൽകിയിരുന്നു, ഷിബില നൽകിയിരുന്നു. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇവരുടെ അടുത്തു നിന്നൊക്കെ, യാസിറിൻ്റെ അടുത്തു നിന്ന് നിരന്തരമായിട്ട് ഉപദ്രവമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവിടെ ഈ അവരുടെ വീട്ടിൽ അവരുടേതായ ഷിബിലയുടെയും അതുപോലെ തന്നെ ഈ കുട്ടിയുടെയും, ഒരു കുട്ടിയുണ്ട് ഇവർക്ക്, അവരുടെ വസ്ത്രങ്ങളൊക്കെ ഉണ്ട്. ആ വസ്ത്രങ്ങളൊക്കെ അവിടുന്ന് എടുത്തു തരാനുള്ള സഹായം ചെയ്തു തരണമെന്ന് പോലീസിൽ പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് നേരത്തെ നമ്മൾ കണ്ട ആ മജീദ് എന്നാൾ പ്രതികരിച്ചപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. പക്ഷേ അതിന്റെ ദേഷ്യത്തിൽ അയാൾ ഈ വസ്ത്രങ്ങളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്നതിന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ പങ്കുവെച്ചത്. അങ്ങനെ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു. ആ രീതിയിൽ പലതവണ ഇങ്ങനെ പ്രകോപനപരമായ രീതിയിൽ ഒരു കൊലപാതകം കൂടി കോഴിക്കോട് ഈങ്ങാപ്പുഴയിലാണ്. ഭാര്യയെ വെട്ടിക്കൊന്ന് ഭർത്താവ് ഷിബില എന്ന യുവതിയാണ് ഭർത്താവ് യാസർ കൊലപ്പെടുത്തിയത്. ഇയാൾ മയക്കുമരുന്നിന്റെ ലഹരിയിലാണ് എന്ന് സൂചന. ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാൻ, മാതാവ് ഹസീന എന്നിവർക്കും വെട്ടേറ്റിട്ടുണ്ട്. അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.